എല്ലാവർക്കും നമസ്കാരം. ഈ ലളിതാ പരമേശ്വരിയുടെ ഓരോ നാമങ്ങളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മളുടെ ക്ലാസ് ഇന്ന് രണ്ടാമത്തെ ഭാഗത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ ഈ ലളിതാ ത്രിപുരസുന്ദരിയുടെ ഓരോ നാമങ്ങളും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഉപാസകനെ ആ ജ്ഞാനാമൃതത്തിലേക്ക് നയിക്കുവാൻ പര്യാപ്തമായ ആ പഠനക്രിയ ആരംഭിക്കുകയാണ്. നമ്മുടെ ക്ലാസ് നയിക്കുന്നത് ശ്രീ ശ്രീനിവാസൻ പന്തലിങ്കലാണ്. ക്ലാസ് നയിക്കുന്നതിന് മാഷിനെ സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമസ്തേ മാഷെ. ആരംഭിക്കാം മാഷെ. എല്ലാവർക്കും നമസ്കാരം. ആദ്യം നമുക്ക് വന്ദന ശ്ലോകങ്ങളോട് കൂടിയിട്ട് തുടങ്ങാം. ഗജാനനം ഭൂതഗണാതിസേവിതം കവിത്തജംഭൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതയേ നമഃ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുവേ നമഃ. വെള്ളപ്പളുങ്കു നിറമൊത്ത വിദഗ്ധരൂപി കള്ളം കളഞ്ഞു കമലത്തിലെഴുന്ന ശക്തി വെള്ളത്തിലെ തിരകൾ തള്ളിവരും കണക്കൻ ഉള്ളത്തിൽ വന്നു വിളയാടുക സരസ്വതീ നീ. ഓം സം സരസ്വത്യേ. വന്ദേ ശംഭുമാപതിം സുരഗുരും വന്ദേ ജഗത്കാരണം വന്ദേ പന്നഗഭൂഷണം മൃഗധരം വന്ദേ പശൂനാം പതിം വന്ദേ സൂര്യശശാങ്കവന്യനയനം വന്ദേ മുകുന്ദപ്രിയം വന്ദേ ഭക്തജനാശ്രയം ച വരദം വന്ദേ ശിവം ശങ്കരം. ഓം നമഃ ശിവായ. കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനവേശയന്തം വടസ്യ പത്രസ്യ പുടേ ശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഓം. ഒരിക്കൽ കൂടി എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഈ സബരിയുടെ അല്ലെങ്കിൽ സത്സംഗത്തിൻ്റെ ഇതിനൊരു പ്രഭാഷണം എന്നൊന്നും ഞാൻ വിശേഷിപ്പിക്കാൻ അല്ലെങ്കിൽ സൂചിപ്പിക്കാൻ പോലും തയ്യാറല്ല. ഈ സത്സംഗത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ് ആയിട്ട് നമുക്കിന്ന് തുടങ്ങാണ്. അപ്പോൾ നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഈശ്വരാനുഗ്രഹം, അതാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈശ്വരാനുഗ്രഹത്തിൻ്റെ ലക്ഷണം എന്താണ്, അല്ലെങ്കിൽ അർത്ഥം എന്താണ് ഈശ്വരാനുഗ്രഹത്തിൻ്റെ? ഈശ്വരാനുഗ്രഹം താൻ ആരാണ്, ഞാൻ ആരാണ്, അല്ലെങ്കിൽ എൻ്റെ സ്വരൂപം എന്താണ്, ഇതറിയുക എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം. അപ്പോ സ്വയം കണ്ടെത്തുക എന്നുള്ളതാണ് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത്. കാരണം നമ്മളെല്ലാവരും അഹം എന്ന് പറയുന്ന ആ ഒരു ശബ്ദത്തില് ഒരുപാട് ശരിയായ അർത്ഥങ്ങളോ അല്ലെങ്കിൽ തെറ്റായ അർത്ഥമോ കൊടുത്ത് ഈ അഹത്തിൽ മുഴുകിപ്പോയിരിക്കുകയാണ് നമ്മൾ. പരീക്ഷത്തിന് 7 ദിവസം കൊണ്ട് ആത്മജ്ഞാനം കിട്ടി. ഭാഗവതത്തിൽ നമുക്കറിയാം, താൻ തക്ഷകൻ കടിച്ച് 7 ദിവസത്തിനുള്ളിൽ തനിക്ക് മൃത്യു വരുമെന്ന് കൃത്യമായി അറിഞ്ഞ പരീക്ഷിത്ത് ശുഗബ്രഹ്മർഷിയെ പോലത്തെ ഒരു വലിയ ഗുരുവിനെയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ആ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണമിച്ചുകൊണ്ട് 7 ദിവസം ഭാഗവതം അദ്ദേഹം കേൾക്കാണ്. അവിടുന്ന് അദ്ദേഹത്തിന് ആത്മജ്ഞാനം കിട്ടി. ഇനി ദേഹത്യാഗം, ദേഹത്തിലുള്ള മോഹമെല്ലാം പോയി എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ജീവിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ദേഹമല്ല എന്നുള്ള, ഞാൻ സാക്ഷാൽ ഈശ്വര ചൈതന്യമാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലേക്ക് പരീക്ഷിത്ത് മാറുന്നു. അപ്പൊ പരീക്ഷത്തിന് 7 ദിവസമെങ്കിലും ഉണ്ടായിരുന്നു. മർത്യൻ എന്ന് പറഞ്ഞാൽ മൃത്യുവിന്
പാത്രമായിട്ടുള്ളതാണ്. സദാ മൃത്യു നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ രോഗം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പേടിപ്പിക്കാനുള്ള കാര്യമല്ല, ഇതൊരു സത്യമാണത്. ഈ ശരീരം അല്ലെങ്കിൽ നമ്മൾ എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ടാവില്ല. അത് എപ്പോഴും നമ്മളുടെ പ്രാണൻ പോകുന്നത് വരെ നമ്മൾക്ക് ആ വിചാരം വേണം എന്നുള്ളതാണ് ഈ ഈശ്വരാനുഗ്രഹം എന്നതുകൊണ്ട് നമ്മൾ, അല്ലെങ്കിൽ അത് തേടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ശ്രീ ശങ്കരാചാര്യരെ നോക്കൂ. ബാലനായിട്ടുള്ള ശ്രീശങ്കരൻ തന്റെ ഗുരുവിനെ തേടി നർമ്മദ തീരത്തേക്ക് പോയി 7 വയസ്സിൽ. ഓരോരുത്തരും അവനവന്റെ പാത അന്വേഷിക്കുകയാണ് ഈ ആത്മജ്ഞാനം നേടാനുള്ളത്. അപ്പൊ നമ്മുടെയൊക്കെ ഈ എല്ലാ ലക്ഷ്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കുന്നതും കുറെ നമുക്ക് തോന്നും നമ്മൾ സ്വയം എന്തെങ്കിലുമൊക്കെ നേടാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലുണ്ടായിരിക്കും, ഇതല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ കർമ്മത്തിൽ ഞാൻ പെട്ടുപോയത് കാരണം ഞാൻ ആഗ്രഹിക്കുന്നതാണ് ഭഗവാനെ, ഞാൻ ഇതല്ല ആഗ്രഹിക്കുന്നത്, എനിക്ക് ആത്മജ്ഞാനം തരൂ, എൻ്റെ ദേഹമോഹങ്ങൾ വെടിഞ്ഞ് അതിലും അപ്പുറത്തോട്ട് പോകാനുള്ള ആ കഴിവ് എനിക്ക് തരൂ എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഒരു അഹം എന്നുള്ളതിനെ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധിഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ. നോക്കൂ, അഹത്തിന് എന്താണ് പറയുന്നത്? നമോ അഹം പദാർത്ഥായ. അഹം പദാർത്ഥം എന്നാണ് ആരെ വിളിക്കുന്നത്? പരമശിവനെ വിളിക്കുന്നത്. അഹം എന്ന പദാർത്ഥമാണ് ആര്? നമ്മളല്ലാതെ. ആരാണത്? സാക്ഷാൽ ജഗദീശ്വരനാണ് അഹം എന്നുള്ള പദാർത്ഥം. അപ്പൊ നമ്മളൊക്കെ അഹം എന്ന് പറയുന്നത് വിശാലമായിട്ടുള്ള പരമേശ്വരനെ എൻ്റെ ദേഹം, എൻ്റെ സമ്പത്തി, എൻ്റെ ജോലി, എൻ്റെ കയ്യ്, എൻ്റെ ജ്ഞാനം, എൻ്റെ പുത്രൻ, എൻ്റെ കളത്രം, അതുപോലെ എൻ്റെ സൗന്ദര്യം, ഇതിലാണ് നമ്മൾ അഹങ്കരിക്കുന്നത്. അവിടെയാണ് അഹം എന്നുള്ള സദാശിവൻ ആ ലെവല് വിട്ടിട്ട് എന്തായി മാറുന്നത്? വളരെ ചുരുങ്ങിയായി മാറുകയാണ് നമ്മൾ. അപ്പോ ജനിച്ച സമയത്ത് ദൈവത്തിന്റെ ചൈതന്യമായിരുന്ന ദൈവം നമ്മളിലാണ്. ആ ദൈവ ചൈതന്യത്തെ മറന്ന് എന്തൊക്കെയോ നമ്മളാണെന്ന് ധരിച്ചു പോകുന്നു. അപ്പൊ അഹത്തിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മളെ വിശാലതയെ വെടിഞ്ഞ് സങ്കുചിതമായിട്ട് മാറുകയാണ്. അതാണ് സംഭവിക്കുന്നത് ഈ അഹം വരുമ്പോൾ. അപ്പോ നമ്മൾ ഉദ്ദേശിക്കുന്ന ശരിയായ അഹം എന്താണ്? സദാശിവനാണ്. എന്താ പറയുന്നത്? നമോ അഹം പദാർത്ഥായ ലോകാനാം സിദ്ധഹേതവേ സച്ചിദാനന്ദരൂപായ ശിവായ പരമാത്മനെ. ആ ശിവസ്വരൂപത്തിലേക്ക് നമുക്ക് വ്യാപിപ്പിച്ച് എത്താൻ പറ്റണം. ഈ എല്ലാ മോഹങ്ങളും അല്ലെങ്കിൽ ഈ സങ്കുചിത ചിന്താഗതി വെടിഞ്ഞ് അങ്ങോട്ട് പോവാനുള്ള ആ ഒരു ത്വരയാണ് നമ്മുടെ ഈ ഓരോ സത്സംഗങ്ങളും നമ്മളെ നയിക്കുന്നത്. ഇത് കൃത്യമായിട്ട് നമ്മൾക്ക് അറിയാൻ പറ്റണം. ഹരിനാമ കീർത്തനത്തില് എത്ര ഭംഗിയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ വേദങ്ങളും അതുപോലെ തന്നെ എല്ലാ പുരാണങ്ങളും ഉണ്ട് ഹരിനാമ കീർത്തനത്തില്. അപ്പൊ ഞാനെന്ന ഭാവം ഇത് തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഞാനെന്ന ഭാവം തോന്നരുതേ എന്നാണ് പറയുന്നത്. പക്ഷെ എന്താണ് എല്ലാം? ആ ഞാൻ തന്നെയാണ്. ഇരുട്ടുമുറിയിലിരിക്കുന്ന 2 പേര്, സപ്പോസ് നമ്മൾ 2 പേര് വളരെ കൂരിരുട്ടുള്ള ഒരു മുറിയിൽ അകപ്പെട്ടു. അപ്പോൾ ആരാണെന്ന് അറിയില്ല കൂടെയുള്ളത്, ആരോ ഉണ്ട് എന്നൊരു സംശയം. അപ്പോൾ നമ്മൾ ചോദിക്കുന്നു ആരാണ്? ഉത്തരം എന്തായിരിക്കും? ഞാനാണ്. തിരിച്ച് അദ്ദേഹം ചോദിച്ചാലും നമ്മൾ എന്ത് പറയും? ഞാനാണ്. ഈ ഞാൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ബോധം. ഇത് അഹമല്ല. എന്നും നിറഞ്ഞു നിൽക്കുന്ന നമ്മിലെ ചൈതന്യമാണ് ഈ ബോധം. പക്ഷെ ഈ ബോധത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ശരീരമായിട്ട് ആ ബോധത്തിനെ നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളുടെ പൊസിഷൻസിനെ നമ്മൾ ആ ബോധമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നമ്മുടെ അല്പജ്ഞാനത്തിനെ നമ്മൾ ആ ബോധമായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഞാൻ എന്നുള്ളതാണ് ഏറ്റവും യാഥാർത്ഥ്യമായിട്ടുള്ള ചൈതന്യം നമ്മളിൽ. ഉറക്കത്തില് ആ ഞാനുണ്ട്. ഒരു പ്രകാശമില്ലാത്ത ഇരുട്ട് മുറിയിൽ കിടക്കുമ്പോഴും നല്ല വെളിച്ചമുള്ള പൂരപ്പറമ്പ് നമ്മൾ സ്വപ്നം കാണും. എങ്ങനെ? അപ്പോ കയ്യും കാലും മുറിച്ച ആളുകള് പെട്ടെന്ന് എണീറ്റ് നടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർക്ക് ബോധമില്ല അവരെ കാല് പോയി എന്നുള്ളത്. കാരണം ആ ഞാൻ അപ്പോഴും ഉണ്ട്. അപ്പോ കാലോ കയ്യോ അല്ലെങ്കിൽ ദേഹമോ ഒന്നുമല്ല നമ്മളുടെ ബോധം. അത് ശുദ്ധ ബോധമാണ്.
ആ ശുദ്ധബോധത്തിലേക്ക് നമ്മൾ ആ ബോധത്തിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രയാണം, ഈ യാത്ര അത് സഫലമാകും. ദൈവം ഉണ്ടോ ഇല്ലയോ, അത് കഴിഞ്ഞാൽ നമ്മുടെ അല്പജ്ഞാനം ഉപയോഗിച്ചിട്ട് നമ്മൾ പലപ്പോഴും എല്ലാറ്റിനും ഇപ്പൊ എന്താണ് പറയുന്നത്, നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ താത്വികമായിട്ട് അവലോകനം ചെയ്യൂ അതിനെ. അതിനുശേഷം ലോജിക്ക് വേണം, എല്ലാറ്റിനും എന്തെങ്കിലും ലോജിക്ക് വേണം. അപ്പൊ ഈ ലോജിക്ക് അന്വേഷിച്ചിട്ട് ശാസ്ത്രജ്ഞന്മാർ പോലും അവസാനം പറയുന്നത് അത് ലോജിക്ക് ഇല്ല എന്നുള്ളതാണ്. ബ്രഹ്മാണ്ടം ഒരു വലിയ പിണ്ഡമായിരുന്നെന്നും ദ ബിഗ് എക്സ്പ്ലോഷൻ നടന്നപ്പോൾ അതെല്ലാം പൊട്ടിത്തെറിച്ച് ഈ സൗരയൂഥത്തിലെല്ലാം ഇങ്ങനെ ഓരോ സ്ഥലത്ത് കൃത്യമായിട്ട് അത് അതേ വെലോസിറ്റി തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുക. അതേപോലെ തന്നെ സ്വയം അച്ചുതണ്ടിൽ അത് കറങ്ങുന്നു, സൂര്യന് ചുറ്റും കറങ്ങുന്നതിനോടൊപ്പം. ഇതൊന്നും കൂട്ടിമുട്ടുന്നില്ല. ഒരു പൊട്ടിത്തെറിയില്, ഒരു ബിഗ് എക്സ്പ്ലോഷനില് ഇത്രയും കൃത്യമായിട്ട് എല്ലാ സാധനങ്ങളും നടത്തണമെങ്കിൽ ഒരു ശക്തി അതിന്റെ പിന്നിലുണ്ട്. ആ ശക്തി ഏതാണെന്ന് അന്വേഷിക്കാൻ ബഹിരാകാശത്ത് പോയിട്ട് 9 മാസം ചെന്ന ആളുകൾക്ക് പോലും, സുനിത വില്യംസിന് പോലും പറ്റിയില്ല. കൊണ്ടുപോയിട്ടുള്ള ഒരു ഗണേശ വിഗ്രഹത്തിനെ മാത്രമാണ് അവർ തിരിച്ചു കൊണ്ടുപോകുന്നത് അത്രേ. അപ്പൊ നമ്മളുടെ വേണ്ടാത്ത ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളെ സങ്കുചിതമാക്കേണ്ട, വിശാലമായിട്ടുള്ള ഭഗവാൻ തന്നെയാണ് ഞാൻ എന്നുള്ള ഭാവം നമുക്ക് വളർത്തിയെടുക്കാം. അതിന് നമ്മളെ ലളിതാ സഹസ്രനാമം എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ് നമ്മൾക്ക് നോക്കേണ്ടത്. ഈ അഹത്തിന്റെ ഏറ്റവും എന്താ പറയുന്നത് ഉദാഹരണമായിട്ടാണ് ആചാര്യസ്വാമികൾ നമുക്ക് ഉപദേശിച്ചു തന്നത്. മനോബുദ്ധ്യഹങ്കാര ചിത്താനിനാഹം നജ ശ്രോത്രജിഹ്വേ നജ ഘ്രാണ നേത്രേ നജ വ്യോമഭൂമിർ ന തേജോ ന വായു ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. അവിടെയും അഹമാണ്. ശിവോഹം ശിവോഹം. ഈ ശിവോഹം എന്ന് പറയേണ്ട ആവശ്യമില്ല എന്നാ പറയുന്നത്. എന്താണ് വേണ്ടത്? ന ബുദ്ധി, ബുദ്ധി പോണം. ന അഹങ്കാരം, ഞാൻ ഈ ചിത്തമല്ല, ഞാൻ ഈ ബുദ്ധിയല്ല, ഞാൻ ഈ അഹങ്കാരമല്ല, ഞാൻ ഈ കൈയല്ല, ഈ സമ്പത്തിയല്ല, ഈ ശരീരത്തിന്റെ ഭംഗിയല്ല. ഇതെല്ലാം നമ്മൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അവസാനമായിട്ട് തനിയെ തെളിഞ്ഞു വരുന്ന ശുദ്ധബോധമാണ് ചിദാനന്ദരൂപം ശിവോഹം ശിവോഹം. അപ്പോ ഇവിടെ അതേപോലെ ആത്മവിദ്യാ സ്വരൂപിണിയാണ് ശ്രീ ലളിത പരമേശ്വരി. ആ ശുദ്ധ ബുദ്ധി തന്നെയാണ് വിദ്യാസ്വരൂപിണിയായിട്ടുള്ള ലളിത പരമേശ്വരി. ഓരോ നാമങ്ങളും നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. അപ്പോ ഇവിടെ ശ്രീ ലളിത പരമേശ്വരിയുടെ ഉൽപ്പത്തിയെ കുറിച്ചിട്ട് നമ്മൾ അറിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദമായിട്ട് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞു. എങ്കിലും ഹയഗ്രീവനെ പറ്റിയിട്ടും അഗസ്ത്യനെ പറ്റിയിട്ടും നമുക്കറിയാം. ഹയഗ്രീവനായിട്ടുള്ള വിഷ്ണുവിന്റെ അവതാരമൂർത്തിയും അഗസ്ത്യ മുനിയും തമ്മിലുള്ള സംവാദമാണ് ഈ ലളിതോപാഖ്യാനത്തിലെ നടുവിലത്തെ അധ്യായമായിട്ടുള്ള ലളിതാ സഹസ്രനാമം. നമ്മൾ അറിഞ്ഞു, അത് ബ്രഹ്മാണ്ടോപനിഷത്തിലെ ഒരു ഭാഗമാണത്, ലളിതോപാഖ്യാനം. അപ്പോ ലളിതാ പരമേശ്വരിയുടെ ആവിർഭാവം എല്ലാം നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് ഭണ്ഡാസുരനെ വധിച്ചത് നമ്മൾ കണ്ടു. ആദ്യം അതിന്റെ ഉത്ഭവം ഒന്ന് രത്ന ചുരുക്കമായിട്ട് പറയാം. ആരെങ്കിലും കേൾക്കാത്തവരുണ്ടെങ്കിൽ യൂട്യൂബിൽ പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ എപ്പിസോഡ് കിട്ടും. എന്നാലും പറയാം. ഇങ്ങനെ ദക്ഷയാഗത്തിന് ശേഷം സതി, പരമേശ്വരന്റെ പത്നിയായ സതി ദേഹത്യാഗം ചെയ്തപ്പോൾ അങ്ങനെ അദ്ദേഹം സർവ പരിവ്രാജനായിട്ട് തപസ്സിലേക്ക് പോവുകയാണ്. അങ്ങനെ ആ സമയത്താണ് താരകാസുരൻ വളരെ എന്താ പറയുന്ന മോശമായ രീതിയിൽ, അല്ലെങ്കിൽ ആ ആസുരിക ശക്തികളെയെല്ലാം പിടിച്ച് അദ്ദേഹം ദേവലോകത്തിലേക്ക് വിറപ്പിച്ച് എല്ലാ അധികാരങ്ങളും പിടിച്ചെടുക്കുന്നതും. അങ്ങനെ താരകാസുരനെ കൊല്ലാൻ ശിവന്റെ പുത്രൻ വേണം എന്നുള്ളതാണ് വരം. അപ്പൊ ശിവൻ മഹാതപസ്വിയായിരിക്കുകയാണ്. ഒരിക്കലും അത് സംഭവിക്കാൻ പോകുന്നില്ല. അങ്ങനെ ബ്രഹ്മാവ് കാമദേവനെ അയക്കുകയാണ്. കാമദേവനോട് പറയാണ്. അപ്പോഴേക്കും ഹിമവാന്റെ പുത്രിയായിട്ട് സതി പാർവതി ദേവിയായിട്ട് പുനർജനിച്ചിരുന്നു. കൈലാസത്തിൽ അവര് ശിവനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ശിവൻ കണ്ണു തുറക്കുന്നില്ല. ആ സമയത്താണ് കാമദേവനും രതിദേവിയും കൂടി അവിടെ എത്തുന്നത്. അവര് പഞ്ചസായകങ്ങൾ ഉപയോഗിച്ച് ശിവനെ കണ്ണു തുറപ്പിക്കുന്നതും, ആ കണ്ണു തുറന്നിട്ടുള്ള ആ ദേഷ്യത്തിലെ, ആ അഗ്നിയിലെ കാമദേവൻ ഭസ്മമാകുന്നു. പിന്നെ ശിവന്റെ പരിണയം നടക്കുന്നു, പാർവതിയായിട്ടുള്ളത്. അതൊക്കെ നമുക്കറിയാം. കാർത്തികേയ ഭഗവാൻ ഉണ്ടായതും താരകാസുര വധം നടന്നതും ഒക്കെ. പക്ഷേ നമ്മുടെ ഈ കഥ ആ ഭാഗത്തിലല്ല പോകുന്നത്. അങ്ങനെ ഈ
എന്താ പറയാ, ഈ കാമദേവന്റെ ഭസ്മം എടുത്തിട്ട് അതിൽ നിന്നുമാണ് ഭണ്ഡാസുരൻ എന്നുള്ള ആ അസുരനായി മാറുന്നത്. കാരണം എല്ലാവരെയും പ്രീതിപ്പെടുത്തിയതിനു ശേഷം ആ ബാലൻ ഭണ്ഡാസുരനായി മാറുകയാണ്. അങ്ങനെ ഭണ്ഡാസുരൻ വീണ്ടും ഇതുപോലെ വൃത്രാസുരനെ പോലെ അല്ലെങ്കിൽ താരകാസുരനെ പോലെ എല്ലാം നശിപ്പിച്ചിട്ട് അങ്ങനെ വാണരുളുന്ന കാലമാണ്. ആ സമയത്ത് വീണ്ടും ബ്രഹ്മാവിന്റെ അടുത്തും വിഷ്ണുവിന്റെ അടുത്തും ദേവഗണങ്ങളെല്ലാം എത്തിച്ചേരുകയാണ്. അപ്പൊ പറയാണ്, ലളിതാ പരമേശ്വരിയായിട്ട് പരാശക്തിയുടെ ജനനം വേണം. വിഷ്ണുവിന്റെയും ബ്രഹ്മാവിന്റെയും പരമശിവന്റെയും ശക്തി ഒരുമിച്ചിട്ടുള്ള ശക്തി സ്വരൂപിണിയായിട്ടുള്ള ഈ ലളിതാ പരമേശ്വരി ജനനമെടുക്കണം. എങ്കിൽ മാത്രമേ ഈ ഭണ്ഡാസുരനിൽ നിന്നും ഈ ലോകത്തിന് അല്ലെങ്കിൽ ഈ ബ്രഹ്മാണ്ടത്തിന് മുക്തിയുള്ളൂ എന്ന് പറയാണ്. അങ്ങനെ ദേവന്മാർ നടത്തുന്ന ആ യാഗത്തില് എല്ലാം അർപ്പിക്കുകയാണ്. അർപ്പിച്ചിട്ടും എല്ലാ ഹവിസ്സുകൾ കൊടുത്തിട്ടും ദേവി പ്രസാദിക്കുന്നില്ല. അവസാനം ശരീരമാണല്ലോ ഏറ്റവും വലിയ അഹം. ദേവേന്ദ്രൻ തൻ്റെ ശരീരം അംഗങ്ങൾ പോലും അഗ്നിയിൽ ഹോമിക്കുകയാണ്. ആ ഹോമിക്കുന്ന സമയത്ത് ചക്ര പൊന്തി വരുന്നു. അതിൽ നിന്നും അങ്ങനെ ലളിതാ പരമേശ്വരി പ്രത്യക്ഷമാവുന്നു. അതിനുശേഷം ലളിതാ പരമേശ്വരി ഭണ്ഡാസുരനെ വധിക്കുന്നു. എല്ലാ ദേവഗണങ്ങളും കൂടി പരമേശ്വരനെ കാമേശ്വരനായി മാറുകയാണ്. ദേവി കാമേശ്വരിയും ഭഗവാൻ കാമേശ്വരനുമായി മാറുന്നു. കാമേശ്വരനെ കല്യാണം കഴിക്കുന്നു. അങ്ങനെ അവിടെ നിന്നാണ് നമ്മൾ അതുവരെയാണ് കണ്ടത്. ദേവി അങ്ങനെ ശ്രീപുരം എന്നുള്ള പട്ടണത്തില് അങ്ങനെ വസിച്ചരുളുകയാണ്. എല്ലാ ദേവതകളും കൂടി അവിടെ ദേവിയെ അധിഷ്ഠാന ദേവതയാക്കി വാഴിക്കുന്നതാണ്, രാജ്ഞിയായിട്ട്, ശ്രീ മഹാരാജ്ഞി എന്ന് പറയുന്നത്. അപ്പോ അതുവരെയുള്ളതെല്ലാം നമ്മൾ കണ്ടു. ഇപ്പൊ ഈ കഥകൾ പറഞ്ഞു തരുന്നത് അഗസ്ത്യമുനിയുടെ കാരുണ്യം കൊണ്ടാണ് നമ്മൾക്ക് ഈ ലളിതാ സഹസ്രനാമം എന്നുള്ള ഈ മന്ത്രം അറിയാൻ പറ്റുന്നത്. കാരണം ലളിതാ സഹസ്രനാമം 10 ചോദ്യങ്ങളിലൂടെ അഗസ്ത്യമുനിക്ക് ആ ചോദ്യം ചോദിക്കുകയാണ് ഹയഗ്രീവന്. അപ്പൊ ഈ ഹയഗ്രീവൻ ആരാണ് എന്നുള്ള ഒരു സംശയം ഉണ്ടാവും മനസ്സിൽ. അപ്പൊ ഹയഗ്രീവനെ കുറിച്ചിട്ടുള്ള നമ്മൾ വേദങ്ങൾ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഹയഗ്രീവനെ ഒളിപ്പിച്ചത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അവിടേക്ക് പോകുന്നില്ല നമ്മള്. ഈ ഹയഗ്രീവൻ വിഷ്ണുവിന്റെ അവതാരമൂർത്തിയാണ്. അതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, സദാ ലോക പരിപാലനത്തിൽ മഗ്നനായിട്ടുള്ള മഹാവിഷ്ണു ഒരു പ്രാവശ്യം ഒന്ന് ഉറങ്ങുകയാണത്രേ. അദ്ദേഹത്തിനൊന്ന് മയക്കം വരികയാണ്. അങ്ങനെ അദ്ദേഹം മയങ്ങുന്ന സമയത്ത് ആരാണോ ഉറങ്ങിയത്, ഒന്നെങ്കിൽ അവരെ ആരെങ്കിലും ഉണർത്തണം, അലാറം ഉണർത്തണം, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം ഉണർത്തണം, അല്ലെങ്കിൽ നമ്മുടെ ഉറക്കം പരിപൂർണമാവണം. 10 മണിക്കൂറോ 12 മണിക്കൂറോ. മഹാവിഷ്ണുവിന്റെ നിദ്ര എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്ട് പോവും മഹാവിഷ്ണു ഇല്ലെങ്കിൽ. ബ്രഹ്മാവ് പറയാണ് മഹാവിഷ്ണു ഉണർത്താം. മഹാവിഷ്ണു ഉറങ്ങുന്നത് എങ്ങനെയാണ്? തൻ്റെ ശാർങ്ങധരൻ എന്ന ഒരു പേരുണ്ട് മഹാവിഷ്ണുവിന്. ശാർങ്ങം എന്നുള്ള ആ വില്ലിന്റെ മുകളിൽ തല ചായച്ചിട്ടാണ് മഹാവിഷ്ണു ഉറങ്ങുന്നത്. ഈ ശാർങ്ങത്തെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയുണ്ടാവും. വിഷ്ണുവിന്റെ വില്ലാണ് ശാർങ്ങം. അതുപോലെ പിനാകം ശിവന്റെ വില്ലാണ്. അതുപോലെ ഗാന്ധീവം അർജുനന്റെ വില്ലാണ്. ഈ 3 വില്ലുകളും ദധീചി മഹർഷിയുടെ ശരീരത്തിലെ അസ്ഥികളെ കൊണ്ടുണ്ടാക്കിയതാണ്, ഇന്ദ്രന്റെ വജ്രായുധം. അപ്പോ ജീവിച്ചിരിക്കുന്ന ദധീചി മഹർഷി തന്നെ കൊണ്ട് എന്തെങ്കിലും ലോകോപകാരം ഉണ്ടെങ്കിൽ ഈ ശരീരം എടുത്തോളൂ എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന ശരീരത്തു നിന്നാണ് ആ അസ്ഥികൾ എടുക്കാൻ സമ്മതിക്കുന്നത്. അപ്പൊ നമ്മളുടെ മുനികളും ഋഷിമാരും എഴുതി വെച്ചിരിക്കുന്ന ഈ പുരാണങ്ങളും ഇതിഹാസങ്ങളും വേദങ്ങളും ഇത് പഴഞ്ചനാണ് എന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നവര്, ഇതിലെ ഓരോ കഥകളും നമ്മൾ തന്നെയാണ്. അതിനകത്ത് ആ അർത്ഥം സ്വയം കണ്ടെത്താൻ ശ്രമിക്കണം. എങ്ങനെ എന്നിൽ ഇത് നിക്ഷിപ്തമാകുന്നു എന്നുള്ളത്. അപ്പോ ദധീചി അങ്ങനെ ഒരു മുനിശ്രേഷ്ഠനുണ്ടായിരുന്ന ഭാരതമാണിത്. എല്ലാം ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം കൊടുക്കുന്നത്. അങ്ങനെ ആ ശാർങ്ങം എന്നുള്ള ആ വില്ലിന്റെ മുകളില് മഹാവിഷ്ണു ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ബ്രഹ്മാവ് വന്ന് എല്ലാ തൻ്റെ സൃഷ്ടികളോടും അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നോക്കൂ, ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിൽ താണ ആളുകളെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് എങ്ങനെയാണെങ്കിലും വേണ്ടില്ല, കുലാണെങ്കിലും വേണ്ടില്ല, പൊസിഷൻ ആണെങ്കിലും വേണ്ടില്ല, പൈസ ആണെങ്കിലും വേണ്ടില്ല, ശക്തിയാണെങ്കിലും വേണ്ടില്ല, നമ്മൾക്ക് അവരെല്ലാം തൃണം ആണ്. ഇവിടെ ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികളോട് വന്ന് അഭ്യർത്ഥിക്കുകയാണ്,
ആർക്കെങ്കിലും വിഷ്ണുവിൻ്റെ നിദ്രയെ ഉണർത്താൻ പറ്റുമെന്ന്? ആരും തയ്യാറാവുന്നില്ല. എല്ലാവരും പറയാണ് എന്നെ കൊണ്ട് പറ്റില്ല, കാരണം ബ്രഹ്മഹത്യാ പാപമാണ് നിദ്രയിൽ നിന്ന് ഒരാളെ ഉണർത്തിയാൽ അത്രേ. മഹാവിഷ്ണുവിനെ ആവുമ്പോൾ അത് മഹാപാപമാണ്. അതുകൊണ്ട് ഞങ്ങൾ ആ പാപം ഏറ്റെടുക്കാൻ തയ്യാറല്ല, ഞങ്ങൾ ഇത് ചെയ്യില്ല എന്ന് പറയാണ്. ആ സമയത്താണ് വളരെ ചെറിയ തുച്ഛമായിട്ടുള്ള ചെതലുകളോട് ബ്രഹ്മാവ് അഭ്യർത്ഥിക്കുകയാണ്, ചെതലുകളെ നിങ്ങൾ മഹാവിഷ്ണുവിനെ നിദ്രയിൽ നിന്ന് ഉണർത്തുമെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് എന്ത് തരുമെന്ന് ചോദിച്ചു അത്രേ. ഇത്രേ ചോദിച്ചുള്ളൂ. എന്ത് വേണമെന്ന് ചോദിച്ചില്ല. നമ്മളെ പോലെ എന്ത് കിട്ടുമെന്നല്ല ചോദിച്ച്, ഞങ്ങൾക്ക് എന്താണ് പ്രതിഫലം തരിക എന്ന് ചോദിച്ചു. അവിടെ ബ്രഹ്മാവ് പറഞ്ഞു അത്രേ, യജ്ഞശിഷ്ടം ഭുജിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് തരാം. ഇവിടെ യജ്ഞം എന്നുള്ള വാക്കും യാഗം എന്നുള്ള വാക്കും നമ്മൾ ഓർക്കേണ്ടതാണ്. യജ് എന്നുള്ള ധാതുവിൽ നിന്നാണ് യജ്ഞവും അതുപോലെ യാഗവും ഉണ്ടായിരിക്കുന്നത്. യജ്ഞം ഏത് മീഡിയയിലും, ജലമാണെങ്കിലും വായുവാണെങ്കിലും എവിടെയും നടത്താം. അതേസമയത്ത് യാഗത്തിന് അഗ്നി കൃത്യമായിട്ടും വേണം. അഗ്നി ഇല്ലാതെ യാഗം നടക്കില്ല. അപ്പൊ അവിടെ യജ്ഞം ആണെങ്കിലും യാഗമാണെങ്കിലും എല്ലാം ത്യജിക്കുകയാണ്. യജ് എന്ന് പറഞ്ഞാൽ ത്യജിക്കുകയാണ്. നമ്മൾ അഹംഭാവത്തിന്റെ അതേ ലെവലിലേക്കാണ് വീണ്ടും വരുന്നത്. അപ്പോൾ യജ്ഞത്തിലും യാഗത്തിലും നമ്മളെല്ലാം ത്യജിച്ച് അവസാനം ശിഷ്ടം എന്ന് പറഞ്ഞാൽ ആ ബ്രഹ്മജ്ഞാനമാണ് ഈ യജ്ഞശിഷ്ടം. അപ്പോ തൃണമായിരിക്കുന്ന ചെതലുകൾക്ക് പോലും, ഒന്നുമില്ലാത്തവർക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഈ ബ്രഹ്മജ്ഞാനം നേടാൻ, യജ്ഞശിഷ്ടം ഭുജിക്കാനുള്ള അവകാശം കിട്ടി. കാരണം വിധാതാവ് കൽപ്പിച്ച കാര്യം അവര് എന്താണ് എന്ന് ചോദിക്കാതെ അകൃത്യമായി ചെയ്തു. ഭഗവത് സ്മരണയോടുകൂടി ചെയ്തു എന്ന് പറയാം. ഇത് തന്നെയാണ് നമ്മൾ ഓരോരുത്തരും എന്ത് കർത്തവ്യം ചെയ്യുമ്പോഴും ആലോചിക്കേണ്ടത്. വിധാതാവിൻ്റെ ആ ലക്ഷ്യം കാരണം നമ്മളിവിടെ പിറന്നു വീണു, നമ്മൾ ഓരോ കുടുംബത്തിൽ ജനിച്ചു. എങ്ങനെ നമ്മൾക്കത് ഭഗവത് കൃപയോടെ, ഭഗവത് സ്മരണയോടെ സദാ അത് നിറവേറ്റാൻ പറ്റും നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ. ഇതാണ് നമ്മളുടെ മനസ്സിൽ സദാ സ്ഫുരിക്കേണ്ട ആ തരംഗം. ആ തരംഗമുണ്ടെങ്കിൽ നമ്മൾ ജീവൻ മുക്തനായി എന്നുള്ളതിന് സംശയമില്ല. അപ്പൊ അതിന് ശ്രമിക്കാനുള്ള ഒരു ഉപാധിയാണ്. അപ്പൊ അവിടെ നമ്മള് ചെതലുകള് എന്ത് ചെയ്തു? ഞാണിനെ കടിച്ചു മുറിച്ചു അത്ര, എല്ലാ ചെതലുകളും കൂടിയിട്ട്. ഈ വിഷ്ണുവിന്റെ ശാർങ്ങത്തിന്റെ ഞാണിനെ കടിച്ചു മുറിച്ചു. അത് കടിച്ചു മുറിച്ചപ്പോ വളരെ ദിഗന്ധങ്ങൾ പൊട്ടുമാറ് അത് അങ്ങനെ ആ വില്ല് കുലയ്ക്കപ്പെടുകയാണ്. അതിന്റെ ശക്തിയില് വിഷ്ണുവിന്റെ തല മുറിഞ്ഞു പോവുകയാണ്. ബ്രഹ്മാവ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഏറ്റവും വലിയ ട്രാൻസ്പ്ലാന്റേഷൻ സർജൻ ആണല്ലോ. പെട്ടെന്ന് തന്നെ ആദ്യം കണ്ടത് അവരുടെ തലെടുത്ത് വെക്കുക, ഒരു കുതിരയാണ് കണ്ടത്. അതെടുത്ത് വിഷ്ണുവിന് വെച്ചു. അതാണ് ഹയഗ്രീവമൂർത്തി, അംശാവതാരമായിട്ടുള്ള ഹയഗ്രീവമൂർത്തിയായിട്ടുള്ള വിഷ്ണു. അതാണ്. അപ്പോ ഈ ഹയഗ്രീവമൂർത്തിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വിഷ്ണുവിന്റെ ജ്ഞാനസ്വരൂപമാണ് ഹയഗ്രീവമൂർത്തി. ഇപ്പോ സദാശിവന്റെ ജ്ഞാനസ്വരൂപമാണ് ദക്ഷിണാമൂർത്തി. അതുപോലെ ജ്ഞാനസ്വരൂപമാണ് വിഷ്ണു ഭഗവാന്റെ ഈ ഹയഗ്രീവമൂർത്തി. അപ്പോൾ ഈ ഹയഗ്രീവമൂർത്തിയെ എവിടെ വെച്ചിട്ടാണ് ഈ അഗസ്ത്യൻ കാണുന്നത്? അപ്പൊ അഗസ്ത്യനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം? ഇവരെല്ലാം നമ്മളെ പോലത്തെ ആളുകൾ തന്നെയാണെന്ന് കൂട്ടിക്കൊള്ളും. പക്ഷേ നമ്മളുടെ ചിന്തയും അവരുടെ ചിന്തയും വ്യത്യാസമുണ്ട്. നമ്മളുടെ ചിന്ത എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ദേവേന്ദ്രന്റെ ചിന്തയും അസുരന്മാരുടെ ചിന്തയും എന്താ വ്യത്യാസം? എല്ലാവരും ചോദിക്കും, ദേവന്മാർ അവരുടെ കാര്യമല്ലേ നോക്കിയിട്ടുള്ളൂ, അവരുടെ സുഖം. ദേവേന്ദ്രൻ മഴ പെയ്യിക്കുകയാണെങ്കിൽ എല്ലായിടത്തും മഴ പെയ്യിക്കും. ദേവലോകത്തോ അല്ലെങ്കിൽ അളകപുരിയിലോ മാത്രമല്ല ചെയ്യുള്ളൂ. വായു ഭഗവാൻ തൻ്റെ ശുദ്ധ വായു വീശുകയാണെങ്കിൽ നമ്മളാണ് അതിനെ ദുഷിപ്പിക്കുന്നത്. ബ്രഹ്മാണ്ടത്തിൽ മുഴുവൻ അദ്ദേഹത്തിന്റെ വായു ഉണ്ടായിരിക്കും. അത് അവർക്കല്ല. അപ്പൊ പരോപകാരത്തിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെ അവരവരുടെ ഭോഗങ്ങളും ആസ്വദിക്കുന്നു. അത്രയേ ഉള്ളൂ. അപ്പോ ഭഗവത് സ്മരണയുണ്ട് അവർക്ക്. ഗുരുസ്മരണ എപ്പോ പോയോ അപ്പോഴും ദേവന്റെ ചൈതന്യം നഷ്ടപ്പെട്ടിട്ട് അസുരന്മാർ ജയിച്ചിട്ടുണ്ട്, നമുക്കറിയാമതൊക്കെ. അപ്പോ നമ്മൾക്കിവിടെ വളരെ കൃത്യമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? സദാസമയത്തും ഈ ഒരു മനസ്സിലുള്ള ഈ ഒരു നമ്മൾക്ക് എന്താ പറയുന്നത്, അഗസ്ത്യനെ പോലെ സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ആ ഒരു
ഗുണം വേണം. കാരണം അഗസ്ത്യനായി മാറിയത് എപ്പോഴാണ്? ഈ മഹേന്ദ്രാചലത്തിനെ, അതിന്റെ വളർച്ചയെ തടുത്തു നിർത്തിയിട്ട് അതിന്റെ ഗർവത്തെ ശമിച്ചപ്പോഴാണ് അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ എന്നാണ് കേട്ടോ. അകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വതം. പർവ്വതത്തിന്റെ വളർച്ചയെ സ്തംഭിപ്പിച്ചപ്പോഴാണ്, അതിന്റെ ഗർവ ശമിപ്പിച്ചപ്പോഴാണ് അദ്ദേഹം അഗസ്ത്യനായി മാറിയത്. അതിനു മുൻപേ അദ്ദേഹം കുംഭസംഭവനായിരുന്നു. കുംഭത്തിൽ നിന്നാണത്രേ അദ്ദേഹം ജനിച്ചത്. ഒരു പെരുവിരലിന്റെ അത്രയുമാണ് വലിപ്പം ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ടും പാർവതി പരിണയ സമയത്ത് സകല ദേവന്മാരും കൈലാസത്തിൽ ഒത്തുകൂടിയപ്പോൾ ഈ ഭൂമിയുടെ ബാലൻസ് പോയി എന്നാ പറയുന്നത്. ആ ബാലൻസ്, അപ്പോ ഇത് ഉത്തര ഭാഗത്തായിരുന്നു കൈലാസത്തിൽ ഇരുന്നിരുന്നത്. ദക്ഷിണ ഭാഗത്തേക്ക് വസിഷ്ഠനെ, ഈ അങ്കുഷ്ട മാത്രം വലുപ്പമുള്ള വസിഷ്ഠൻ എന്ന് പറയുന്നത് എപ്പോഴും ഞാൻ തെറ്റായി പറയുന്നുണ്ട്, ക്ഷമിക്കുക, അഗസ്ത്യനെ അയച്ച്, ആ അഗസ്ത്യ മുനിയാണ് അവിടെ ഒരു പർവ്വതത്തിന്റെ മുകളിൽ ഇരുന്നിട്ട് ഈ ഭൂമിയെ ബാലൻസ് ചെയ്തത്രേ. അപ്പോ ശക്തി നമ്മളിൽ എല്ലാവരും ഉണ്ട്. നമ്മളൊക്കെ കുംഭസംഭവന്മാരാണ്. അഗസ്ത്യനാവണമെങ്കിൽ സ്വന്തം മനസ്സില്, അല്ലെങ്കിൽ ഈ ഉയർന്ന് നിൽക്കുന്ന അഹംഭാവം എന്ന, അഹങ്കാരം എന്ന ആ പർവ്വതത്തിനെ നമ്മൾ സ്വയം കീഴടക്കി കഴിഞ്ഞാൽ കുംഭസംഭവനിൽ നിന്നും നമ്മളും അഗസ്ത്യനായി മാറും എന്നുള്ള ഒരു സൂചന കൂടി ഈ കഥയിലുണ്ട്. അങ്ങനെ ഈ അഗസ്ത്യനെ എപ്പോഴാണ് ഇദ്ദേഹം കണ്ടെത്തുന്നത്? ആര്? ഈ വിഷ്ണുവിന്റെ മൂർത്തി സ്വരൂപമായിട്ടുള്ള ഇദ്ദേഹം കാണുന്നത് എപ്പോഴാണെന്നുള്ള ആ സന്ദർഭത്തെ നാം ആലോചിക്കുകയാണെങ്കിൽ, ലോക നന്മയ്ക്ക് വേണ്ടി ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം അഗസ്ത്യൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും അശാന്തിയാണ്, ആരുടെ മനസ്സിലും സ്വസ്ഥതയില്ല. അപ്പോൾ ഇവർക്ക് ശാന്തി പകരാൻ വേണ്ടിയിട്ട് ജ്ഞാനം വേണം. അതിന് ജ്ഞാനമില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ശാന്തി കിട്ടില്ല. അപ്പൊ ഈ ജ്ഞാനം കൊടുക്കാൻ വേണ്ടി അഗസ്ത്യൻ ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് അത് ചെയ്യാൻ പറ്റുന്നില്ല, ആളുകൾ സ്വീകരിക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം വളരെ സങ്കടത്തോടു കൂടി അദ്ദേഹം ഇപ്പോ ഏകാംബരേശ്വര ക്ഷേത്രം എന്നാണ് പറയുക അതിന്. ഇത് എവിടെയാണുള്ളത്? തഞ്ചാവൂരിനടുത്താണ് എന്നാണ് എനിക്ക് ഓർമ്മ. തഞ്ചാവൂരിനടുത്തുള്ള ഏകാംബരേശ്വര ക്ഷേത്രം. ആമറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാവാണ്, മാവിന്റെ അടുത്ത് ഒറ്റ മാവ് നിൽക്കുന്ന ഒരു ക്ഷേത്രമാണ് ആ ക്ഷേത്രം. അന്ന് അതിന് ഏകാംബരേശ്വര ക്ഷേത്രം എന്നല്ല ആദ്യം പേരുണ്ടായിരുന്നു അത്രേ. ഒരു പ്രാവശ്യം പാർവതി ദേവി കളിയായിട്ട് പരമേശ്വരന്റെ കണ്ണുകൾ രണ്ടും പിറകിൽ നിന്ന് വന്ന് പൊത്തിയത്രേ. അങ്ങനെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ ഇരുട്ടിലാണ്ടു. പെട്ടെന്നാണ് ദേവിക്ക് മനസ്സിലായത് ഞാൻ തെറ്റ് ചെയ്തു എന്നുള്ളത്. അപ്പോ ത്രികാല സ്വരൂപിണിയാണ് ദേവി. ദേവി തന്നെയാണ് പ്രകൃതി, ദേവി തന്നെയാണ് പരാശക്തി, ദേവി തന്നെയാണ് ബ്രഹ്മാണ്ടം. എന്നിട്ടും തൻ്റെ ആ സ്വരൂപത്തിന് വന്ന താൻ കാണിച്ചിട്ടുള്ള ആ അബദ്ധത്തില് ദേവിക്ക് വളരെ പശ്ചാത്താപം തോന്നിയിട്ട് ഈ ഏകാംബരേശ്വര ക്ഷേത്രം എന്നുള്ള ആ സ്ഥലത്ത് വന്ന്, അവിടെ ശിവനാണ് അവിടുത്തെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നത്, അവിടെ ശിവനെ പ്രത്യക്ഷമാക്കാൻ വേണ്ടി തപസ് ചെയ്ത് അങ്ങനെ പ്രായശ്ചിത്തം ചെയ്യുകയാണത്രേ ആ മാവിന്റെ മരത്തിന്റെ താഴത്തിരുന്നിട്ട്. അപ്പോഴാണ് അങ്ങനെ ശിവൻ പ്രത്യക്ഷപ്പെടുന്നു. അങ്ങനെ ദേവിക്ക് ഈ ചെയ്ത പാപത്തിൽ നിന്ന് മോചനം കൊടുക്കുന്നു. അപ്പൊ ദേവിയാണെങ്കിൽ കൂടി സ്വന്തം കർത്തവ്യം മറന്ന് തെറ്റായ രീതിയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിന് പ്രായശ്ചിത്തം ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങളും ഈ പുരാണങ്ങളിൽ എഴുതിയത് വായിച്ചു കഴിഞ്ഞാൽ കഥയായിട്ട് എടുക്കരുത്. അതിന് ഈ കഥയിൽ പറഞ്ഞു തരുന്നതാണ്, നമുക്ക് ഉത്തരവാദിത്തപ്പെട്ട ഒരു കർമ്മങ്ങളും ചെയ്യാതെ എല്ലാവരെയും പഴിച്ച് നമ്മൾ തെറ്റ് ചെയ്താൽ പോലും അതിനെ നമ്മൾ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അപ്പോഴെ നോക്കൂ, അങ്ങനെ അവിടെ ദേവൻ പ്രത്യക്ഷപ്പെട്ട് ദേവിക്ക് മാപ്പ് കൊടുക്കുന്നതും അതിനുശേഷം അവിടുത്തെ ആ ക്ഷേത്രത്തിലാണ് അഗസ്ത്യ മുനി പോയിരുന്നിട്ട് തപസ് ചെയ്യുന്നത്. എന്തിന്? ലോകർക്ക് ജ്ഞാനം കൊടുക്കാൻ എന്താണ് വഴി എന്ന്. അങ്ങനെ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ശിവനെ ഭജിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വരുന്നത് ആരാണ്? പ്രത്യക്ഷപ്പെടുന്നത് ഹയഗ്രീവമൂർത്തി. ജ്ഞാനത്തിന്റെ മൂർത്തിയാണ് വിഷ്ണുവിന്റെ ഹയഗ്രീവമൂർത്തി. അപ്പോ ശിവനും ശക്തിയും അതുപോലെ തന്നെ വൈഷ്ണവനും എല്ലാം ഒന്നാണെന്ന് തെളിയിപ്പിച്ചു തരികയാണ് അവിടെ. ഭജിക്കുന്നത് ശിവനെ ശിവക്ഷേത്രത്തില് പ്രത്യക്ഷമാകുന്നത് ആരാണ്? നിങ്ങൾക്ക് ഇതൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ആരെയാണ് ഞാൻ ധ്യാനിക്കേണ്ടത്? എപ്പോഴാണ് ഞാൻ ധ്യാനിക്കേണ്ടത്? ശിവൻ വേണോ വിഷ്ണു വേണോ? ആർക്കാണ് ശക്തി കൂടുതൽ? ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആരെയും ഏകാഗ്രത ചിത്തയോടുകൂടി നിങ്ങൾ ധ്യാനിക്കുന്നുവോ
ഏത് രൂപത്തിലാണ് അവിടെ ആവശ്യമെങ്കിൽ ആ ജ്ഞാനം നിങ്ങൾ തെളിഞ്ഞു വരും. അതാണ് ഇവിടെ അഗസ്ത്യമുനിക്ക് സംഭവിച്ചത്. അങ്ങനെ അഗസ്ത്യമുനിയോട് ഹയഗ്രീവ അവതാരം പറയുകയാണ്, സാക്ഷാൽ ജഗജ്ജനനിയായിട്ടുള്ള ലളിതാ പരമേശ്വരിയെ ധ്യാനിക്കൂ, ധ്യാനിച്ച് ആ ധ്യാനം എല്ലാവരിലും എത്തിക്കൂ. എന്നാൽ ഈ ലോകത്തിൽ മുഴുവൻ ജ്ഞാനത്തിന്റെ പ്രകാശം പകരാൻ അഗസ്ത്യന് പറ്റും. അതുപോലെ തന്നെ ആ പ്രകാശത്തിലൂടെ ആരെല്ലാമാണോ ലളിതാ പരമേശ്വരിയെ പ്രാർത്ഥിക്കുന്നത് അവർക്കൊക്കെ സകല ഐശ്വര്യങ്ങളും സകല എന്താ പറയുക ആ ചൈതന്യം അവരുടെ ഹൃദയത്തിൽ എന്നും ഉണ്ടായിരിക്കും. അങ്ങനെ ആത്മജ്ഞാനത്തിലേക്ക് പോവാനുള്ള ഒരു വഴിയായി മാറും എന്ന് ഹയഗ്രീവമൂർത്തി ഈ സംവാദത്തിലെ 10 ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊടുക്കുന്നതാണ്. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടും ലളിതാ സഹസ്രനാമം ഉപദേശിച്ചു കൊടുക്കുന്നില്ല. അപ്പൊ ലളിതാ സഹസ്രനാമം നമ്മൾ ലളിതാദേവിയുടെ ആവിർഭാവം ഉണ്ടായപ്പോഴേ കണ്ടു. ലളിതാദേവി അങ്ങനെ ശ്രീപുരത്തിൽ വാഴുന്ന കാലത്ത് ഒരു വലിയ സഭ വിളിക്കുന്നു. അതിനകത്ത് എല്ലാവരും ഈ സകല ദേവന്മാരും അതുപോലെ തന്നെ കിന്നരൻ, യക്ഷൻ, സകല വ്യോമസഞ്ചാരികളും എല്ലാവരും വന്ന ത്രിമൂർത്തികളൊക്കെയുള്ള സമയത്താണ് ലളിതാ പരമേശ്വരി പറയുന്നത് വശിന്യാദി ദേവതകളോട് എൻ്റെ സഹസ്രനാമം രചിച്ച് അത് ഇവിടെ അവതരിപ്പിക്കൂ എന്ന്. അങ്ങനെ ദേവിയുടെ ആജ്ഞ അനുസരിച്ചിട്ട് വാണീദേവിയുടെ തന്നെ ഐശ്വര്യങ്ങളായിട്ടുള്ള 8 വശിന്യാദി ദേവതകൾ രചിച്ചതാണിത്. പക്ഷേ ഇത് ആർക്കും അറിയാത്തതായിരുന്നു, ദേവതകൾ ഒഴികെ. അങ്ങനെ ഈ അഗസ്ത്യൻ വീണ്ടും ചോദിക്കുകയാണ്, ഇത്രയൊക്കെ എനിക്ക് പറഞ്ഞു തന്നു, ലളിതാ പരമേശ്വരി ഉണ്ടായത് എന്തുകൊണ്ടാണ്, അവരുടെ ആവിർഭാവം എങ്ങനെയാണ്, ഭണ്ഡാസുരനെ വധിച്ചത് എങ്ങനെയാണ്, ഇതെല്ലാം എനിക്ക് അങ്ങ് പറഞ്ഞു തന്നു. പക്ഷേ എനിക്ക് ഇതേവരെ ലളിതാ സഹസ്രനാമം പറഞ്ഞു തന്നില്ല എന്ന് ചോദിക്കുകയാണ്. എനിക്കത് അറിയണം. അപ്പോൾ അറിയാൻ പാത്രമായിട്ടുള്ള ശരിയായ ആളുകൾക്ക് മാത്രമേയാണ് ആ ജ്ഞാനം പകർന്നു കൊടുക്കാൻ പാടൂ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ചോദിക്കാതെ തരാതിരുന്നത് എന്ന് ഹയഗ്രീവമൂർത്തി പറഞ്ഞ് ലളിതാ സഹസ്രനാമം പറഞ്ഞു കൊടുക്കുന്നതാണ്. അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഇതും അനിശം കീർത്തയേത് ഇതം എന്നാണ് പറയുന്നത്. ഈ ലളിതോപാഖ്യാനത്തിൽ തന്നെ ലളിതാ സഹസ്രനാമം തുടങ്ങുന്നതിന് മുന്നേ അവസാനിപ്പിക്കുന്നതാണ് അനിശം കീർത്തയേത് ഇതം. ഈ സ്തോത്രം അനിശം എന്ന് പറഞ്ഞാൽ നിശയുടെ ഭേദമില്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ രാവും പകലും, ഇപ്പൊ പറ്റുമോ, ഉച്ചയ്ക്ക് പറ്റുമോ, വൈകുന്നേരത്ത് പറ്റുമോ, രാത്രി ചൊല്ലിയാ എന്താ, ഇതൊന്നും ഈ ഒരു അല്പജ്ഞാനികളായിട്ടുള്ള ആരെങ്കിലും പറഞ്ഞത് കേട്ട് അത് ഓടക്കുഴല് കൃഷ്ണന് വെക്കരുത് എന്നുള്ള പോലത്തെ ജ്ഞാനങ്ങൾ കേട്ട് ഇതിന് പല ഇതും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോ ഇവിടെ ഹയഗ്രീവമൂർത്തി തന്നെ പറയുന്നതാണ്, ബ്രഹ്മാണ്ഡ പുരാണത്തിലെ 18 പുരാണങ്ങളിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള പുരാണമാണ് ബ്രഹ്മാണ്ഡ പുരാണം. അതിനകത്ത് പറയുന്നതാണ് അനിശം കീർത്തയേത് ഇതം എന്നാണ്. ഏത് സമയത്ത് വേണമെങ്കിലും എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് ദേഹശുദ്ധി വരുത്തി മനസ്സില് ലളിതാ പരമേശ്വരിയെ ആ അംബികയെ പ്രതിഷ്ഠിച്ചിട്ട് നിങ്ങൾക്ക് ഇത് ജപിക്കാം എന്നുകൂടി അഗസ്ത്യന് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോ ഇവിടെ നമ്മള് ഭാരതത്തിന്റെ ഈ ഇത്രയും ശക്തമായിട്ടുള്ള ഈ പാരമ്പര്യത്തെ എങ്ങനെ നമ്മൾ വിസ്മരിക്കുന്നു അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ താഴ്ത്തിക്കെട്ടുന്നു എന്നുള്ളത് വളരെ ചിന്തനീയമായ ഒരു കാര്യം കൂടിയാണ്. കാരണം നമ്മൾ പലപ്പോഴും പറയും അലക്സാണ്ടർ ദ ഗ്രേറ്റ്. നമുക്കിപ്പോ നല്ല ഈ ഭാരതത്തിലിപ്പോ 4 സന്യാസിമാരുടെയൊക്കെ പേര് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഋഷിമുനിയുടെ പേര് പറഞ്ഞാലോ ഒന്നും ആർക്കും യേശില്ല. കെപ്ലർ എന്നോ അല്ലെങ്കിൽ കോപ്പർനിക്കസ് എന്നോ ഗലീലിയോ എന്നോ ഒക്കെ പറഞ്ഞാലാണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ ഞാനും ഇവിടെ അലക്സാണ്ടർ ദ ഗ്രേറ്റിനെ ഒന്ന് കോട്ട് ചെയ്യാണ്. അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഭാരതം ഈ വിശ്വം പിടിച്ചടക്കണമെങ്കിൽ ഭാരതം പിടിച്ചടക്കണം എന്ന് കരുതിയിട്ട് ഇവിടെ വന്നു അത്രേ. അപ്പൊ ഒന്നുമില്ല, പാമ്പും അതുപോലെ അജ്ഞാനവും മാത്രമുള്ള ഒരു പ്രദേശമാണെങ്കിൽ അദ്ദേഹം ഇവിടെ വരുമായിരുന്നു. നമ്പർ 1. അതിൻ്റെ മുന്നേ കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇന്ത്യയെ അന്വേഷിച്ചാണ് അത്ര വന്നത്. പക്ഷെ അദ്ദേഹം വളരെ സാഹസികമായ യാത്രയിൽ വഴിതെറ്റി അമേരിക്കയിൽ എത്തി എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ റെഡ് ഇന്ത്യൻ ദ്വീപുകളിൽ എത്തിപ്പോയി അവര്. ഇന്ത്യ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അപ്പൊ ഇന്ത്യ അന്വേഷിച്ച് വരണം ഒരു പാശ്ചാത്യൻ വേദകാലവും അല്ലെങ്കിൽ സംഘകാലവും കഴിഞ്ഞ ഉടനെ എന്നുണ്ടെങ്കിൽ എത്ര സുലഭമുള്ള ഒരു സുവർണ കാലമായിരുന്നു അതെന്ന് നമുക്ക് ഓർത്തു പോകാം. അതുപോലെ ഈ അലക്സാണ്ടറിന്റെ ഗുരുവായിരുന്നു അരിസ്റ്റോട്ടൽ.
വലിയ തത്വചിന്തകനായിരുന്നു അദ്ദേഹം. അപ്പോ അരിസ്റ്റോട്ടലിനെ കണ്ടിട്ടാണത്രേ അലക്സാണ്ടർ തിരിച്ചത് ലോകം കീഴടക്കാൻ. അരിസ്റ്റോട്ടലിനോട് ചോദിക്കുകയാണ്, അങ്ങേക്ക് ഞാൻ ലോകം കീഴടക്കി വരുമ്പോൾ എന്താണ് കൊണ്ടുവരുന്നത്? അപ്പോൾ അദ്ദേഹം പറഞ്ഞാത്രേ, ഭാരതത്തിലെ ജ്ഞാനം കൊണ്ടുവരൂ. ഭാരതത്തിൽ നീ എത്തിച്ചേരുകയാണെങ്കിൽ അവിടുന്ന് ഏറ്റവും ജ്ഞാനിയായിട്ടുള്ള ഒരു മുനിയെ പിടിച്ചു കൊണ്ടുവരൂ എനിക്ക് വേണ്ടിയിട്ട്. പിടിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആനയിച്ചു കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അങ്ങനെ ജലം നദി ക്രോസ് ചെയ്തിട്ട് പഞ്ചാബ് കൂടെയാണ് അത്ര ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. കാരണം ഗാന്ധാരത്തു നിന്നുള്ള വഴിയാണത്. പണ്ട് ഗാന്ധാരമൊക്കെ ഭാരതദേശം തന്നെയായിരുന്നു. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ അദ്ദേഹം ഭാരതഖണ്ഡത്തിലെത്തിയിട്ട് ഒരു മഹാ തപസ്വിയായിട്ടുള്ള ഒരാൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്നു അത്രേ. അപ്പൊ അദ്ദേഹത്തിന് തോന്നി ഭയങ്കര തേജസ് ഉണ്ടെന്ന്. അങ്ങനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് തന്റെ സേനാനായകനോട് പറയാണ്, ഇയാളോട് ഇങ്ങോട്ട് വരാൻ പറയൂ ശിബിരത്തിലേക്ക്, എനിക്കൊന്ന് സംസാരിക്കണമെന്ന്. അപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ ചെന്ന് ഉണർത്തിച്ചു. അദ്ദേഹം നോക്കാനേ പോയില്ല, കണ്ണ് അടച്ചിരിക്കുകയാണ് തന്റെ ധ്യാനത്തില്. അങ്ങനെ ആദ്യം ഒരു ദൂതനെ അയച്ചത്, അത് കഴിഞ്ഞിട്ട് സേനയിൽ ഒരാളെ അയച്ചു, അത് കഴിഞ്ഞ് സേനാ നായകനെ അയച്ചു. അനങ്ങാൻ തയ്യാറായില്ല. അപ്പോൾ അലക്സാണ്ടർ തന്നെ തന്റെ ഖഡ്ഗമൊക്കെ അയച്ച് എന്നിട്ട് പറയുകയാണത്രേ, എന്താ കണ്ണു തുറക്കുക എണീക്കും ചെയ്യാത്ത, ഞാൻ മഹാനായ അലക്സാണ്ടറാണ്. അപ്പോ ഞാൻ ഈ ഇത്രയും ഭൂമിയുടെയൊക്കെ രാജാവാണ്, ചക്രവർത്തിയാണ്. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചു അത്രയുണ്ട്. ആ ചിരിയിൽ തന്നെ അലക്സാണ്ടർ, പാളൂരി പിടിച്ച അലക്സാണ്ടർ കയ്യിൽ നിന്നും ഖഡ്ഗം താഴെ വീണു എന്നാ പറയുന്നത്. എന്നിട്ട് പറഞ്ഞത്രേ, നീ എത്ര തുച്ഛനാണ്, നിന്റെ സേനകളെ ഇന്ന് മാറിക്കഴിഞ്ഞാൽ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നീ ഇവിടുന്ന് ഒരു ദിവസം മുന്നോട്ട് പോയില്ല. എൻ്റെ ആത്മാവ്, ഞാൻ ത്രിലോകം നിറഞ്ഞു നിൽക്കുന്ന ചൈതന്യമാണ്. നീ എന്നെ കൊന്നു കഴിഞ്ഞാൽ ഇതാ ശിരസ് വെട്ടിക്കോളും, എൻ്റെ ദേഹത്തെ നിനക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്രേ. അവിടുന്നാണ് അലക്സാണ്ടർക്ക് വിരക്തി വന്നതെന്നും, അല്ലാതെ അവിടുന്ന് തിരിച്ചു പോകാൻ കാരണം പലതും ഉണ്ടെങ്കിൽ കൂടി ഇതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോ ഇതാണ് ഭാരതത്തിന്റെ ചരിത്രം. ഈ ഭാരതത്തിലെ ഓരോ പുരാണങ്ങളാണെങ്കിലും കഥകളിൽ മാത്രം ഒതുങ്ങി ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സ്തംഭിച്ചു നിൽക്കുന്ന നമ്മളുടെ കുട്ടികളും നമ്മളൊക്കെയും അവിടെ നിന്നും ഓരോ കഥകളിലുമുള്ള അതിൻ്റെ അന്തസത്ത അറിഞ്ഞ് നമ്മൾ അഗസ്ത്യന്മാരിൽ അല്ലെങ്കിൽ കുംഭസംഭവനായിട്ടുള്ള നമ്മളെ എങ്ങനെ അഗസ്ത്യനായി മാറണം, സ്വയം ആ അഹം എന്നുള്ള ദൈവിക ചൈതന്യത്തെ കണ്ടെത്തിയിട്ട് എങ്ങനെ ചെയ്യാം, അതിനുള്ള ഏറ്റവും വലിയ ഉപാസനാ മാർഗമാണ് ഈ ലളിതാ പരമേശ്വരിയുടെ ഉപാസന. കാരണം ലളിതാ പരമേശ്വരി എന്ന് പറഞ്ഞാൽ നാദബ്രഹ്മമാണ്. അപ്പോ ഇതിനെ നമ്മള് അക്ഷരസ്വരൂപിണിയാണ് ആര്? ലളിതാ പരമേശ്വരി. ഓങ്കാരം തന്നെയാണ് ലളിതാ പരമേശ്വരി. അതുകൊണ്ടാണ് ദേവിയെ നമ്മള് സരസ്വതിയായിട്ട് ആരാധിക്കുന്നത്. അപ്പോ ഈ ബ്രഹ്മാണ്ടം അല്ലെങ്കിൽ ഈ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമാണ് ബ്രഹ്മാണ്ടം. അപ്പോ ഈ പഞ്ചഭൂതങ്ങളില് നമ്മള് നോക്കുകയാണെങ്കിൽ പഞ്ചഭൂതങ്ങൾ ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം, ഈ പഞ്ചഭൂതങ്ങള് ഇത് ശബ്ദത്തിന്റെ ദൃശ്യരൂപമാണ് ആകാശം. നമുക്കറിയാം. ഇനി മുന്നോട്ട് നാമങ്ങളിലോട്ട് പോകുമ്പോൾ ഇതിലെല്ലാം നമ്മൾ വളരെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൃത്യത വരും അതിനകത്ത്. അപ്പോ സാധകനെ നാദരൂപിണിയായിട്ടുള്ള ആ അമ്മ ശക്തി ഉണർത്തിയിട്ട് കുണ്ടലിനികള്, ഓരോ കുണ്ടലിനികളും ആ മൂലാധാര ചക്രത്തിലിരിക്കുന്ന തൻ്റെ ഏറ്റവും ലോവർ ഗ്രേഡ് എന്ന് പറയാം നമുക്കതിന്, അവിടെ നിന്നും സാധകനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉയർത്തി 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 സഹസ്രാരത്തിലുള്ള സദാശിവനുമായിട്ട് രമിപ്പിച്ച് ആത്മജ്ഞാനത്തെ കൊടുക്കുന്ന ദേവിയാണ് അമ്മ. അതാണ് ഈ ലളിതാ സഹസ്രനാമത്തില്. ഇനി നമ്മൾ 100ാമത്തെ നാമം മുതൽ ഓരോ നാമങ്ങൾ കാണുമ്പോൾ വീണ്ടും നമുക്ക് കാണാൻ പറ്റും അത്. അപ്പോ ഇവിടെ എങ്ങനെയാണ് മൂലാധാരത്തിൽ തുടങ്ങും ഈ കുണ്ടലിനി ശക്തിയുടെ ചലനം. ഇത് പ്രപഞ്ച ശക്തിയാണ്, നമ്മുടെ തന്നെ കുണ്ടലിനി ശക്തിയാണ്. രണ്ടുമായിട്ട് നമുക്ക് ഒരുമിച്ച് അതിനെ താരതമ്യം ചെയ്തു പോകാം. കാരണം ആദ്യത്തെ ഗ്രന്ഥിയാണ് ഇവിടെ, അല്ലെങ്കിൽ ആദ്യത്തെ കെട്ടാണ് ഈ മൂലാധാരത്തിലിരിക്കുന്ന ഈ ശക്തിയെ മുന്നിലോട്ട് പോകാൻ തടസ്സപ്പെടുത്തുന്ന ആദ്യത്തെ കെട്ടാണ് ബ്രഹ്മഗ്രന്ഥി. അതുകൊണ്ടാണ് ദേവി എന്താണ് വിളിക്കുന്നത്? ബ്രഹ്മഗ്രന്ഥി വിഭേദിനി എന്ന്. 101ാമത്തെ നാമം മറ്റുമാണ് ബ്രഹ്മഗ്രന്ഥി വിഭേദിനി. അപ്പോ ബ്രഹ്മഗ്രന്ഥി വിഭേദിനിയായിട്ട് ദേവി നമ്മളെ സഹായിക്കുകയാണ്. അപ്പൊ ബ്രഹ്മഗ്രന്ഥിയുടെ അധിപൻ അല്ലെങ്കിൽ ദേവൻ ആരാണ്? ബ്രഹ്മാവാണ്.
ഈ ബ്രഹ്മാവുമായി ദേവി അല്ലെങ്കിൽ പരാശക്തി കൂടിച്ചേരുമ്പോഴാണ് സൃഷ്ടി നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ തന്നെ കുണ്ടലിനി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ അല്ലെങ്കിൽ ജീവനായി മാറാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ ബ്രഹ്മഗ്രന്ഥി ഭേദിച്ച് പിന്നെയും അടുത്ത ശക്തിയിലോട്ടുള്ള പ്രയാണത്തിലാണ്. അവിടുന്ന് രണ്ടാമത്തെ ഗ്രന്ഥിയാണ് വിഷ്ണു ഗ്രന്ഥി. വിഷ്ണു ഗ്രന്ഥി മണിപ്പൂര ചക്രത്തിന് മുകളിലാണ് ഈ വിഷ്ണു ഗ്രന്ഥി ഉള്ളത്. അപ്പോ വിഷ്ണു ഗ്രന്ഥി വിഭേദിച്ചു കഴിഞ്ഞാൽ സ്ഥിതിയാണ്. അപ്പൊ സൃഷ്ടി കണ്ടു നമ്മൾ, അവിടുത്തെ വിഷ്ണു ഗ്രന്ഥിയുടെ അധിപൻ ദേവൻ വിഷ്ണുവാണ്. ഇപ്പൊ ദേവി നമ്മൾ പറയുമ്പോൾ നമ്മളുടെ എല്ലാ സത്കർമ്മങ്ങളും കൂടുന്നത് അവിടെ നിന്നാണ്. അവിടെ എത്തുമ്പോഴാണ് നമ്മളുടെ കുണ്ടലിനി ശക്തി ഈ വിഷ്ണു ഗ്രന്ഥി വിവേചനം ചെയ്തിട്ട് അടുത്ത ചക്രത്തിലേക്ക് പ്രയാണം ചെയ്യുമ്പോഴാണ്, ബ്രഹ്മാണ്ടത്തില് ഈ വിഷ്ണു ഗ്രന്ഥി വിഭേദിക്കുമ്പോഴാണ് വിഷ്ണു സ്ഥിതി, എല്ലാം ഈ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന ശക്തി വിഷ്ണുവിന് കിട്ടുന്നത് ഈ ദേവിയുമായി ഇങ്ങനെ കൂടിച്ചേരുമ്പോഴാണ്. അവിടുന്ന് മുന്നിലേക്ക് പോകുമ്പോൾ രുദ്രഗ്രന്ഥി വിഭേദിനി, വീണ്ടും ദേവിയുടെ നാമം തന്നെയാണ്. വിഷ്ണു ഗ്രന്ഥി വിഭേദിനി കഴിഞ്ഞാൽ രുദ്രഗ്രന്ഥി വിഭേദിനി. രുദ്രഗ്രന്ഥി പറഞ്ഞാൽ വിശുദ്ധി ചക്രത്തിന്റെയും ആജ്ഞാചക്രത്തിന്റെയും നടുവിലാണ് ഈ കെട്ട്. അപ്പോ വിശുദ്ധി ചക്രം ഈ വിഷ്ണു ഗ്രന്ഥി മുറിച്ചു കടന്ന് മുന്നിലോട്ട് ഈ ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ആജ്ഞാചക്രത്തിന്റെ അവിടെ നമ്മളെ തടയുന്നത് ഈ രുദ്രഗ്രന്ഥിയാണ്. അങ്ങനെ ആ രുദ്രഗ്രന്ഥിയും ദേവിയുടെ ശക്തിയാൽ അനുഗ്രഹത്താൽ നമ്മൾ വിഭേദിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ സഹസ്രാരത്തിലേക്കാണ് പോകുന്നത്. സദാശിവനുമായിട്ടുള്ള ആ ആത്മ സമ്മേളനത്തിൽ നമ്മൾക്ക് ആത്മജ്ഞാനം ലഭിക്കും. അതുപോലെ തന്നെ ഈ സ്ഥിതി സംഹാരം എന്ന് പറയില്ല പൊതുവെ. അപ്പോ ഇത് എല്ലാം ലയിക്കുകയാണ്, ലയം എന്നേ പറയുള്ളൂ. സംഹരിക്കുക എന്ന് ഉള്ള സൃഷ്ടിസ്ഥിതി ലയങ്ങളാണ്. സൃഷ്ടിസ്ഥിതി സംഹാരം എന്ന് പറയുമെങ്കിൽ കൂടി വളരെ സംഹരിക്കേണ്ടതിനെ സംഹരിക്കുള്ളൂ, ബാക്കിയുള്ളതൊക്കെ ലയിച്ചു ചേരുകയാണ്. വീണ്ടും എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ ആദ്യം നമ്മൾ കണ്ടില്ലേ, ഇരുട്ട് മുറിയിലിരുന്ന ഞാൻ ഒരിക്കലും പോകുന്നില്ല. കൈ പോയാലും പോവില്ല, കാല് പോയാലും പോവില്ല, അനസ്തീഷ്യ കൊടുത്താലും പോവില്ല, ചലനം മുഴുവൻ പോയാലും പോവില്ല. ആ ഞാനാണ് നമ്മുടെ ബോധം. ആ ബോധത്തിലേക്ക് വീണ്ടും അതിനെ ലയിപ്പിക്കുകയാണ് രുദ്രൻ. അപ്പോൾ രുദ്രഗ്രന്ഥി വിഭേദിനിയായി സഹസ്രാരത്തിലേക്ക് എത്തിക്കുന്ന, ഈ പ്രപഞ്ചത്തിനെ തന്നെ ലയിപ്പിക്കുന്ന പരമശിവനും നമ്മെ നമ്മുടെ ജ്ഞാന ചക്രത്തിലേക്ക് ലയിപ്പിക്കുന്ന പരമശിവനുമായിട്ട് ദേവി നമ്മളെ എത്തിക്കും അവിടേക്ക്. ഇതാണ് ഈ ലളിതാ സഹസ്രനാമത്തിന്റെ രഹസ്യം. നാദരൂപിണിയായിട്ടുള്ള മുഴുവൻ ശരീരവും, നാദരൂപിണിയുള്ളതിനെ ഞാനൊരു ചെറിയ വളരെ രസകരമായിട്ടുള്ളൊരു കാര്യം കൂടി പറയാം. ഈ സതിയുടെ പ്രാണൻ പോയപ്പോൾ പരമശിവന് പോലും അജ്ഞാനം വന്നു. പ്രപഞ്ചരൂപിണിയായിട്ടുള്ള പരാശക്തിയായിട്ടുള്ള സതീദേവി തൻ്റെ ഭാര്യയാണെന്നും ദേഹമാണെന്നും എന്നുള്ള ആ ബോധം, വലിയ ബോധം പോയിട്ട്, അഹം പോയിട്ട് ചുരുങ്ങിപ്പോയി പരമശിവൻ. അപ്പോഴാണ് ആ പാർത്ഥിവ ശരീരം എടുത്തിട്ട് താണ്ഡവ നൃത്തമാടുകയാണ് പരമശിവൻ. അപ്പൊ നോക്കൂ, എല്ലാം നമ്മളെ പോലെ തന്നെയാണ്. നമ്മുടെ ബോധം നഷ്ടപ്പെടുമ്പോൾ നമ്മൾ കോപാവിഷ്ടരായി മാറും. നമ്മൾക്ക് വീണ്ടും ആ അഹത്തിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ശാന്തരായിട്ട് സത്കർമ്മങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലേ? എത്ര നല്ല ഉദാഹരണമാണ്. അപ്പോ അതിനുശേഷം എങ്ങനെയാണ് ആ കോപത്തെ ശമിപ്പിച്ചതാരാണ്? സുദർശന ചക്രം. എന്താണ് സുദർശനം? സുദർശനം, നല്ല ദർശനം, ശരിയായ ദർശനം. എന്തായിരുന്നു ഇവിടുത്തെ മോശമായ ദർശനം? ശരീരമാണ്, എൻ്റെ പത്നിയാണ് എന്നുള്ള ഭാവത്തിലെത്തിപ്പോയി. അവിടെ നിന്നും സുദർശനത്തില് മഹാവിഷ്ണു 51 കഷ്ണങ്ങളാക്കി എന്ന് പറയുന്നത്. 51 അക്ഷരാളി കലിത തനുലതേ വേദമാകുന്ന ശാഖി കൊമ്പത്തമ്പോടു പൂക്കും കുസുമതതിയിലെന്തുന്ന പൂന്തേൻ കുഴമ്പേ ചെമ്പൊൽത്താർ ബാണഡംഭ പ്രസമന സുഹൃതൗപാത്ത സൗഭാഗ്യലക്ഷ്മി സമ്പത്തേ കുമ്പിടുന്നേൻ കഴലിണവലയാദീശ്വരീ വിശ്വനാഥേ. നോക്കൂ, 51 അക്ഷരാളിയാണ്. ദേവി തന്നെ നാദബ്രഹ്മമാണെന്ന് നമ്മൾ പറഞ്ഞു. പാർവതിയുടെ ശരീരത്തെ 51 കഷ്ണങ്ങളാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 51 അക്ഷരങ്ങൾ തന്നെയാണ് ആ ദേവി തന്നെ.
ദേവിയുടെ ചൈതന്യം തന്നെ. അങ്ങനെ അത് ഭാരതഖണ്ഡത്തിൽ പതിക്കുന്ന 51 ശക്തിപീഠങ്ങളായിട്ട് മാറിയെന്നാണ് പറയുന്നത്. അപ്പോ ഈ ദേവി തന്നെയാണ് നമ്മുടെ ജ്ഞാനം എല്ലാം നമുക്ക് തരുന്നത്. അത് ദേവിയുടെ പല രൂപങ്ങളിലാണ്. നമ്മൾ ആദ്യം വന്ദന ശ്ലോകങ്ങൾ കാണും, അത് കഴിഞ്ഞ് ദേവിയുടെ ബാഹ്യ വർണ്ണന കാണും, അത് കഴിഞ്ഞ് താന്ത്രികമായിട്ടും വേദികമായിട്ടും ഒക്കെ നമ്മൾ പോവും. വന്ദന ശ്ലോകങ്ങളിലേക്ക് നമ്മൾ നേരിട്ട് അടുത്ത പ്രാവശ്യം കിടക്കാം. ഇപ്പോൾ ഇവിടെ വെച്ച് നമുക്ക് സമാപിപ്പിക്കാം. ഓം മഹാദേവി നമഃ. ഇന്ന് നമുക്ക് ഇവിടെ ഞാൻ തിരുമേനി ഒരു 2 മിനിറ്റ് ഞാൻ എടുക്കുന്നുണ്ട്. ഇന്ന് VT ഉഷ ആണ് ഇവിടെ ഒരു കീർത്തനം ആലപിക്കുന്നത്. VT ഉഷ എൻ്റെ കോളേജിലെ സഹപാഠിയായിരുന്നു. വളരെ അടുത്ത റിലേഷൻഷിപ്പ് ഉണ്ട് ഞങ്ങൾക്ക്. ഇപ്പോഴും എല്ലാവരും എന്നും എന്ന പോലെ സംവദിക്കുന്നവരാണ്. ഉഷ തെക്കേടത്ത് മന ഞാങ്ങാട്ടിരി പട്ടാമ്പിയിലാണ് ഉഷയുടെ ഇല്ലം. ഉഷ കുട്ടിക്കാലത്ത് തൃക്കങ്ങോട് പ്രഭാകര പൊതുവാളുടെ കീഴിലാണ് പാട്ട് പഠിച്ചത്. പിന്നീട് ഈശ്വരി വർമ്മ, രാധാ വരദരാജൻ എന്നിവരുടെ അടുത്തും പഠിച്ചു. ഇപ്പോൾ അങ്ങാടിപ്പുറം ഡോക്ടർ ശ്രീദേവിയുടെ കീഴിലാണ് പഠിക്കുന്നത്. ഉഷ കുറേ കാലമായിട്ട് സംഗീതത്തിൽ നിന്ന് സന്യാസം എടുത്തിരുന്നു. ഞങ്ങൾ കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ കഴിഞ്ഞ വർഷം വരെ ആ കുട്ടി പാടിയിരുന്നില്ല. ഉഷയെ വിളിക്കുന്നു. തിരുമേനി. ഹരിയോ മാഷേ. ഹരിയോ.